കൂടെ ദൈവസ്നേഹം ആഴങ്ങുന്ന സ്വന്തമാക്കുവാൻ അനുവദിക്കുന്ന ദൈവത്തിന് നന്ദിയും സ്തുതിയും നമുക്കരേറ്റാം. കഴിഞ്ഞ രാത്രിയിൽ ദൈവവചനത്തിൽ കൂടെ നാം കേൾക്കേണ്ടായി ഒറ്റപ്പെട്ടു പോകുന്ന, അവഗണിക്കപ്പെടുന്ന കുഷ്ഠരോഗം എന്ന പോലുള്ള ജീവിതാനുഭവങ്ങൾ കടന്നു വരുമ്പോഴും നമ്മെ കൈവിടാതെ കർത്താവ് കൂടെയുണ്ട് എന്ന ഒരു വിശ്വാസ ബന്ധം, ദൈവത്തോടു കൂടെയുള്ള തീവ്രമായ വിശ്വാസം ദൈവികമായ അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട് എന്നും വചനം നമ്മെ ഓർമ്മപ്പെടുത്തി. ഈ രാത്രിയിൽ നാം ചിന്തിക്കുവാനായിട്ട് ചിന്താവിഷയം ക്രിസ്തു ശിഷ്യൻ. ആധാരമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നുണ്ട്. ക്രിസ്തു ശിഷ്യൻ. ശിഷ്യൻ എന്ന് പറയുമ്പോൾ മറ്റൊരു മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുവാനായി നിയോഗിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ വിളിക്കുന്ന പേരാണ് ശിഷ്യൻ. എനിക്ക് വേണ്ടി എൻ്റെ ശബ്ദമായി പ്രവർത്തിക്കുവാൻ, എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ, എനിക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ഞാൻ നിയോഗിക്കപ്പെടുന്ന മനുഷ്യനെ ശിഷ്യൻ അല്ലെങ്കിൽ ദാസൻ എന്ന് വിളിക്കുവാനായിട്ട് സാധ്യമാകും. ക്രിസ്തു ശിഷ്യൻ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും സകലരെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവൻ എന്ന ഉപദേശവും ഉദ്ദേശശുദ്ധിയുമായി നിയോഗിക്കപ്പെടുന്ന ഒരു കൂട്ടം ജനതയാണ് ക്രിസ്തു ശിഷ്യൻ എന്ന് വേദപുസ്തകം നമ്മെ വരച്ച് കാണിക്കുന്നത്. ഈ ക്രിസ്തു ശിഷ്യൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ശിഷ്യനിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കടമകൾ? ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യം പഠിക്കുമ്പോൾ ഒരു ശിഷ്യൻ, ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എങ്ങനെയൊക്കെ ആയിത്തീരണം എന്ന് വേദപുസ്തകം അവിടെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രധാനമായും 3 ചിന്തകളാണ് അവിടെ നമുക്ക് നൽകുവാനായിട്ട് കഴിയുന്നത്. ഒന്നാമത്തെ ചിന്ത അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യൻ ആയിരിക്കാനായിട്ട് കഴിയത്തില്ല. ക്രിസ്തു ശിഷ്യൻ ആകുന്നതിനുള്ള യോഗ്യതയിൽ ഒന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളെ മാറ്റിവെക്കുവാനായിട്ട് കഴിയണം. സ്വന്തമായതിനെ, സ്വന്തം എന്ന് ചേർത്ത് പിടിക്കുന്നതിനെ ഉപേക്ഷിക്കുവാനായിട്ടുള്ള ഒന്നാമത്തെ വ്യവസ്ഥ വചനം നമ്മോട് പറയും. കുടുംബ ബന്ധങ്ങൾ. ഇന്ന് സാമൂഹിക ജീവിതത്തിലായിരിക്കും നമുക്ക് ബന്ധങ്ങൾ അനിവാര്യമാണ്. ബന്ധങ്ങൾ അത്രയേറെ വിലപ്പെട്ടതായി കാണുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുക. ബന്ധങ്ങൾക്ക് വിള്ളൽ സംഭവിക്കരുത്, വിച്ഛേദിക്കുവാൻ പാടില്ല എന്ന ചിന്ത നമ്മെ അലട്ടാറുമുണ്ട്. ഏതെങ്കിലും ബന്ധങ്ങൾക്ക് ചില വിള്ളലുകൾ സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി മാനുഷിക ജീവിതം തകർന്നു പോകുന്ന സാഹചര്യവും തന്നെയാണ്. എന്നാൽ ഒരുവൻ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ ആയി തീരണമെങ്കിൽ അവിടെ വചനം കർത്താവായി ക്രിസ്തു പറയുകയാണ്, നിൻ്റെ കുടുംബ ബന്ധങ്ങളെ നീ ഒന്ന് മാറ്റിവെക്കുവാനായിട്ട് കഴിയണം. അവിടെ വചനം പറയുന്നത്, എൻ്റെ അടുക്കൽ വരുന്നവൻ അവൻ അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരങ്ങളെയും ഒക്കെ ഉപേക്ഷിക്കണം, പകയ്ക്കണം. പകയ്ക്കുക എന്ന് പറയുമ്പോൾ മാറ്റുവെക്കണം. അല്ലെങ്കിൽ പകയ്ക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കുറച്ചുകൂടി ആഴങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ കൊല ചെയ്യുക അല്ലെങ്കിൽ പേടിക്കുക എന്നത് ആണ്. പകയ്ക്കുക എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നിന്നും അതിനെ ഒന്ന് മാറ്റിവെക്കുവാനായിട്ട്, വിലപ്പെട്ടതായി കരുതുന്ന ബന്ധങ്ങളെ ക്രിസ്തുവിന് വേണ്ടി ഉപേക്ഷിക്കുവാനായിട്ട്, മാറ്റിവെക്കുവാനായിട്ട്, ജനത്തിൻ്റെ ബന്ധങ്ങൾക്ക് ചില വിള്ളലുണ്ടാക്കുവാനായിട്ട് നമുക്ക് കഴിയണമെന്നാണ് പറയുന്നത്. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരുവൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കുവാനായിട്ട് ആഗ്രഹിക്കുക, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എൻ്റെ കുടുംബത്തിൽ പോയി അപ്പനെയും അമ്മയും കണ്ട് അനുവാദം വാങ്ങിയിട്ട് ഞാൻ വന്ന് നിന്നെ അനുഗമിക്കാം. മറ്റൊരുത്തൻ കർത്താവ് വിളിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അപ്പനെ കുഴിച്ചിട്ട് വന്ന് നിന്നെ അനുഗമിക്കാം.
ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ബന്ധങ്ങളുടെ ആഴങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തെ ചിത്രീകരിക്കുകയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീരുവാനാണ് ഞാനും നിങ്ങളും പരിശ്രമിക്കുന്നത്. ഓരോ ആരാധനയിലും പ്രാർത്ഥനയിലും വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരു ജീവിതം എന്നിൽ ഉണ്ടാകണം, ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായി ഒരു ദാസനായി ജീവിക്കപ്പെടണം എന്ന തിരുവചന സത്യം ഓരോ ദിനങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ക്രിസ്തു ശിഷ്യനായി തീരുവാൻ്റെ ഒന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളെ ഒന്ന് മാറ്റിവെക്കുവാനും കുടുംബ ബന്ധങ്ങളുടെ വ്യവസ്ഥകളെ ഒന്ന് നീക്കുവെക്കുവാനും കഴിയണം. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരായി ആദ്യം വിളിക്കുന്നത് പത്രോസ്, യാക്കോബ്, യോഹന്നാനെയാണ്. ഈ 3 പേരും വിളിച്ചിട്ട് മറ്റുള്ളവരെയും യേശു തൻ്റെ ശിഷ്യർ പദവിയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. ഈ 3 പേരും വിളിക്കുന്ന സാഹചര്യം അറിയാം. 3 പേരും അവരുടെ കുടുംബ അംഗങ്ങളും ബന്ധുക്കളും സ്വജനങ്ങളും സുഹൃത്തുക്കളുമായി വേല ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നിട്ടാണ്, അവിടെ ഉപജീവന മാർഗത്തിൽ നിന്നിട്ടാണ് അവരെ കർത്താവ് വിളിക്കുന്നത്. ആ കർത്താവ് അവർ വിളിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും എന്ന വിളി അവർ നൽകുമ്പോഴും വചനം പറയുന്നത് അവർ എല്ലാം വിട്ടേച്ച് കർത്താവിൻ്റെ പിന്നാലെ പോയെന്നാണ്. യാക്കോബ് യോഹന്നാൻ, സബദി മക്കളായ യാക്കോബ് യോഹന്നാൻ തൻ്റെ അപ്പനെയും ബന്ധങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ കടലിൻ്റെ കരയിൽ ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിപ്പോയി. ആ ശിഷ്യന്മാർ നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. ക്രിസ്തു ശിഷ്യനായി തീരണമെങ്കിൽ ഞാൻ വിലപ്പെട്ടത് എന്ന് അറിയുന്ന ഇന്നലകളുടെ എൻ്റെ ബന്ധങ്ങളെ ഒന്ന് പകയ്ക്കുവാനായിട്ട്, ബന്ധങ്ങളെ ഒന്ന് മാറ്റിവെക്കുവാനായിട്ട് കഴിയണം. രണ്ടാമത്, ക്രിസ്തു ശിഷ്യനായി തീരേണ്ടതിൻ്റെ രണ്ടാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് ലൂക്കോസ് 14-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്: തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യൻ ആയിരിക്കാനായിട്ട് കഴിയത്തില്ല. തന്നെത്താൻ ത്യജിക്കുവാനായിട്ട് മനസ്സില്ലാത്തവന്, തൻ്റെ ക്രൂശ് എടുക്കുവാനായിട്ട് മനസ്സില്ലാത്തവന് ഒരിക്കലും എൻ്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത്, ശിഷ്യനായിരിക്കണമെങ്കിൽ ത്യാഗപൂർണമായ ജീവിതത്തിൽ കൂടെ യാത്ര ചെയ്യണം. സ്വയം ത്യജിക്കുവാനായിട്ട്, സ്വയം ഇല്ലാതാകുവാൻ, ഉരുകിത്തീരുവാനായിട്ട് കഴിയണം. നമ്മുടെ ആൾത്താരയിൽ ഒരു മെഴുകുത്തിരിയൊക്കെ വെച്ചിട്ടുണ്ട്. മെഴുകുത്തിരിയുടെ സ്വഭാവം നമുക്കറിയാം. സ്വയം ഉരുകി എനിക്ക് പ്രകാശം നൽകുന്നതാണ് മെഴുകുത്തിരിയുടെ സ്വഭാവം. അതിങ്ങനെ സ്വയം കത്തുകയാണ്. ആ കത്തൽ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടല്ല, ആ മെഴുകുതിരിക്ക് വേണ്ടിയിട്ടല്ല അത് കത്തുന്നത്, എനിക്ക് വേണ്ടിയിട്ടാ. എൻ്റെ മുൻപിലെ അന്ധകാരം മാറ്റി എന്നെ ഒരു പ്രകാശത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ആ മെഴുകുതിരി സ്വയം കത്തിത്തീരുകയാണ്. ക്രിസ്തു ശിഷ്യൻ എന്ന് പറയുമ്പോൾ സ്വയം കത്തിത്തീരേണ്ടവനാണ്, സ്വയം ഇല്ലാതാകേണ്ടവനാണ്, ഉരുകിത്തീരേണ്ടവനാണ്. അതാണ് ക്രിസ്തു പറയുന്നത്, തന്നെത്താൻ ത്യജിച്ചും തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യൻ. എന്താണ് സ്വയം ത്യജിക്കുക എന്ന് പറയുന്നത്? എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭൗതികതയുടെയും ലൗകികതയുടെയും ചില ചിന്തകളുണ്ട്. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളൊക്കെ വെടിയുന്നതാണ്. ഭൗതികതയോടുകൂടെയുള്ള കമ്പം, ശാരീരികതയോടുകൂടെയുള്ള ആഗ്രഹം, ലൗകികകരമായ ചിന്തകൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളൊക്കെ മാറ്റിവെക്കാറുണ്ട്, ഉപേക്ഷിക്കാറുണ്ട്. അതിനെയാണ് സ്വയം ത്യാഗം എന്ന് പറയുന്നത്. ഈ ലൗകികമായും ശാരീരികമായതും ഭൗതികമായതും ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് എളുപ്പമായ കാര്യമല്ല. കാരണം 365 ദിവസങ്ങൾ, ഒരു വർഷക്കാലം മുഴുവനും അതിൽ കൂടെയാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി സ്വീകരിക്കുന്നവരാണ്. കേവലം 46 ദിവസം നോമ്പിൻ്റെ നാൾ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നവരെയും ഇതൊക്കെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അനിവാര്യമാണ് എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുമ്പോൾ അത് ഉപേക്ഷിക്കുക എന്നത് അത്രയേറെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. എങ്കിലും ഈ നാളുകളിൽ ആ ഒരു തലങ്ങളിൽ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ ക്രൂശെടുത്ത് കർത്താവിനെ പിൻപറ്റുവാനായിട്ട് തിരുവചനമേ ഓർമ്മപ്പെടുത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഞാൻ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്നത് തന്നെയാണ്. അതാണ് കർത്താവായി ക്രിസ്തു പറയുന്നത്, തന്നെത്താൻ ത്യജിക്കുക, തൻ്റെ ക്രൂശ് എടുക്കുക, എന്നെ അനുഗമിക്കുക. കുറച്ചുകൂടെ ഉദാഹരണമായി പറയുകയാണ്, കുറച്ചുകൂടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഉദാഹരണമായി നമുക്ക് നോക്കുവാൻ കഴിയുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 3 സഹോദരങ്ങളെയാണ്, സദ്രക്, മേശക്, അബേദ്നഗോ. അവർ സ്വയം ത്യാഗത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ അർപ്പിക്കപ്പെട്ടവരാണ്. അവർ തങ്ങളുടെ ക്രിസ്തുവിന്, ദൈവത്തിന് വേണ്ടി
ദൈവികമായ രക്ഷയ്ക്ക് വേണ്ടി, ദൈവികമായ സൗഭാഗ്യത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ടു. അവർ പറയുന്നത് എങ്ങനെയാണ്? ഈ എരിയുന്ന തീച്ചൂളെ ഞങ്ങളെ നീ തള്ളിയിട്ടിരുന്നാലും ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവത്തെ ഞങ്ങൾ തള്ളി പറയത്തില്ല. എത്ര തന്നെ കത്തുന്ന തീച്ചൂളയിൽ പോയി എൻ്റെ ശരീരം വെന്തുപോയിരുന്നാലും, പീഡിപ്പിക്കപ്പെടുന്ന അനുഭവം ഉണ്ടായിരുന്നാലും, നീ എന്നെ തകർത്ത് കളഞ്ഞാലും ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ദൈവത്തെ ഉപേക്ഷിക്കത്തില്ല. ഒരുപക്ഷെ അവൻ ഞങ്ങളെ രക്ഷിച്ചില്ല എങ്കിൽ പോലും ഞങ്ങൾ അവനെ ഉപേക്ഷിക്കത്തില്ല, തള്ളി പറയത്തില്ല. അതാണ് ത്യാഗം എന്ന് പറയുന്നത്, സ്വയം ത്യജിക്കപ്പെടുന്ന ഒരനുഭവം എന്ന് പറയുന്നത്. ക്രിസ്തു ശിഷ്യനായിരിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, സ്വയം ത്യാഗം അനുഭവിക്കുവാൻ, ത്യജിക്കപ്പെടുവാനായിട്ട് നമുക്ക് കഴിയണം. മൂന്നാമതായി ക്രിസ്തു ശിഷ്യൻ്റെ മറ്റൊരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ലൂക്കോസ് 14-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്: അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യൻ ആയിരിക്കാനായിട്ട് കഴിയത്തില്ല. നിങ്ങളിൽ തനിക്കുള്ളതൊക്കെയും നിങ്ങൾക്ക് വെട്ടുപിരിയുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. അതിനെ ഇങ്ങനെ നമുക്ക് ചുരുക്കി പറയുവാനായിട്ട് കഴിയും: ഭൗതികതയോടുകൂടെയുള്ള താല്പര്യം വെടിയുകയാണ് ക്രിസ്തു ശിഷ്യനായിരിക്കുവാനുള്ള മൂന്നാമത്തെ വ്യവസ്ഥ. ഭൗതികതയോടുള്ള താല്പര്യം. ഒരിക്കലും ഒരു ന്യായശാസ്ത്രി വന്ന് യേശുക്രിസ്തുവിനോടുകൂടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്: കർത്താവേ, നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്? കർത്താവിനോട് കൂടെ ചോദിക്കുക. കർത്താവ് ഒരു ഉത്തരം കൊടുക്കുകയാണ്: നീ മറ്റൊന്നും ചെയ്യേണ്ട, നിന്റെ ദൈവത്തെ നീ ഒന്ന് ആരാധിച്ചാൽ മതി. അത് ആരാധിക്കേണ്ടത് ഇങ്ങനെയാണ്: പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തിന് സമർപ്പിക്കപ്പെടുക. നീ വേറെ ഒരു കാര്യം ചെയ്യേണ്ട, പൂർണ്ണ ഹൃദയത്തോടു കൂടെ ദൈവത്തെ സ്നേഹിക്കുക, ദൈവകൽപ്പനയെ അനുസരിക്കുക, ന്യായപ്രമാണത്തെ അനുസരിക്കുക, ദൈവമുള്ള ബന്ധം കുറച്ചുകൂടെ ആഴങ്ങളിലേക്ക് ഒന്ന് കൊണ്ടുചെന്നെത്തിക്കുക. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു പുതിയ അവസ്ഥയിലേക്ക് ഒന്ന് ഉയർന്നു വരിക എന്ന് കർത്താവ് ക്രിസ്തു ന്യായശാസ്ത്രിയോട് കൂടെ പറയുക. അപ്പോൾ മനുഷ്യൻ തുടർന്നൊരു ഉത്തരം ഇങ്ങനെ കൂടെ: കർത്താവേ, ഞാൻ എൻ്റെ ബാല്യകാലം മുതൽ ഇതൊക്കെ ഞാൻ പ്രമാണിക്കും. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ കൽപ്പന പ്രമാണിക്കുന്നുണ്ട്, ചട്ടങ്ങൾ പ്രമാണിക്കുന്നുണ്ട്. ഇതൊന്നും പ്രമാണിക്കുന്നതിൽ ഞാൻ ഒരിക്കലും പിന്നിലേക്ക് പോകുന്നില്ല. ഇതൊക്കെ ഞാൻ പ്രമാണിച്ചു വരികയാണ്. നിൻ്റെ അടുക്കൽ വരുന്നത് വരെ ഞാനിത് പ്രമാണിച്ചു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? കർത്താവ് അവനെ ഒന്ന് ദയനീയമായി നോക്കിയിട്ട് പറയും: നിനക്കൊരു കുറവുണ്ട്. എന്താണ് അവൻ്റെ കുറവ് എന്ന് കർത്താവ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക: നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്ത് പിന്നെ വന്ന് എന്നെ അനുഗമിക്കാം. പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ ധനാഢ്യനായതുകൊണ്ട്, സമ്പത്ത് അധികമായതുകൊണ്ട് ആ മനുഷ്യൻ വിഷാദിച്ച് വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാതെ തിരിച്ചു പോയി എന്നാണ് തിരുവചനം പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നത്. ഭൗതികമായതിനെ കൊടുക്കുവാനായിട്ട്, ഉപേക്ഷിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല എങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഭൗതികമായ സമ്പത്തിൻ്റെ പിന്നാലെയൊക്കെയാണ് ഞാൻ ഓടുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ തിരിച്ചറിയണം, എനിക്ക് ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയത്തില്ല. ക്രിസ്തു ശിഷ്യനായിരിക്കണമെങ്കിൽ എനിക്കുള്ളതിലെല്ലാം ഉപേക്ഷിക്കുവാനായിട്ട് കഴിയണം. എനിക്കുള്ളതിലെല്ലാം ഉപേക്ഷിച്ച് ദരിദ്രർക്ക് കൊടുത്ത ശേഷം കർത്താവിൻ്റെ പിന്നാലെ വെറും കൈയോടുകൂടെ, ഒന്നുമില്ലാത്തവനായി ശൂന്യമായ കരങ്ങളോടുകൂടെ മടങ്ങി വരുമ്പോൾ മാത്രമേ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായി തീരുവാൻ കഴിയത്തുള്ളൂ. അതാണ് ക്രിസ്തു ഇവിടെ പറയുന്നത്: അങ്ങനെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യൻ ആയിരിക്കാനായിട്ട് കഴിയത്തില്ല. എല്ലാം വിട്ടുപേക്ഷിക്കുവാൻ കഴിയണം. ഭൗതികമായ ചിന്തകളും ഭൗതികമായ സമ്പത്തുകളും ഭൗതികമായ നേട്ടങ്ങളും, ഞാനും നിങ്ങളൊക്കെ കൊണ്ടുവെക്കുന്ന ഭൗതികതയുടെ കുറേ അവസ്ഥകളുണ്ട്. അതൊക്കെ അല്പം ഒന്ന് ഉപേക്ഷിച്ച് ക്രിസ്തു ശിഷ്യൻ്റെ പദവിയിലേക്ക്, വ്യവസ്ഥയിലേക്ക് ഒന്ന് മടങ്ങി വരുവാനായിട്ട് ഈ നോമ്പിൽ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തിയ ക്രിസ്തു ശിഷ്യൻ എന്ന ഒരു പേര് ജീവിക്കുക അല്ല. പലപ്പോഴും ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്ന് പറയുവാനായിട്ട് എനിക്ക് കഴിയും, പക്ഷേ ക്രിസ്തു ശിഷ്യനായി ജീവിപ്പാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ്. വിട്ടുകൊടുക്കുവാനായിട്ട് കഴിയുന്നില്ല, ഭൗതികതയിൽ നിന്ന് അല്പം പിന്നിലേക്ക് വരുവാനായിട്ട് കഴിയുന്നില്ല, ത്യാഗം അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല, കഷ്ടപ്പെടുവാനായിട്ട്, പീഡിപ്പിക്കപ്പെടുവാനായിട്ടൊക്കെ നമുക്ക് കഴിയുന്നില്ല എന്നതാണ്. വേദനിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. എല്ലാ സുഖത്തിലും സൗഭാഗ്യത്തിലും ഒക്കെ ജീവിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ. എന്നോട് വചനം പറയുകയാണ്: നീ ക്രിസ്തു ശിഷ്യനായി തീരണമെങ്കിൽ നീ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. നിന്റെ കുടുംബ ബന്ധങ്ങളെ നീ ഒന്ന് മാറ്റിവെക്കുക, സ്വയത്യാഗത്തിൻ്റെ അനുഭവത്തിലെ, ത്യജിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് നീ ഒന്ന് മടങ്ങി വരിക, ഭൗതികമായ നേട്ടങ്ങൾ നീ പിടിച്ചു വെക്കുന്നതിനെ നീ ഒന്ന് ഉപേക്ഷിക്കുക. ലൂക്കോസ് 9-ാം അധ്യായത്തിൻ്റെ 62-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്:
കലപ്പയ്ക്ക് കൈ വച്ച ശേഷം പുറകിലേക്ക് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവൻ അല്ല. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുവാനല്ല, ഇന്നിൻ്റെ ഭൗതികത ജീവിക്കുവാനായിട്ടല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നാളുകളിലേക്ക്, മുന്നിലേക്ക്, പിന്നിലേക്ക് നോക്കാതെ ലക്ഷ്യത്തിലേക്ക് ഒന്നോടുവാനായിട്ട് ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ ദൈവവചനം എന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ആയതിനാൽ യഥാർത്ഥത്തിൽ ഞാൻ ക്രിസ്തു ശിഷ്യൻ ആണോ എന്ന ചോദ്യം എന്നോട് ചോദിക്കാം. ഞാൻ ത്യാഗം അനുഭവിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? കുടുംബ ബന്ധങ്ങൾ അല്പം ഒന്ന് പിന്നിലേക്ക് ഒന്ന് വിട്ടുപോകുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഭൗതികമായ ചിന്തയിൽ നിന്നും ആത്മീകമായ ചിന്തയുടെ തലത്തിലേക്ക് ഉയർന്നു വരുവാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായി തീരുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. ഈ നോമ്പ് യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യൻ എന്ന പദവിയോളം വളരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. കല്ലേറ് ദൂരത്ത് നിൽക്കുന്ന ആ ക്രൂശൻ ചുവട്ടിലേക്കുള്ള യാത്രയിൽ ഈ ചെറിയ ഇടവേളയുടെ മധ്യഭാഗത്ത് യഥാർത്ഥത്തിലുള്ള ക്രിസ്തു ശിഷ്യൻ്റെ പദവിയിലേക്ക്, വ്യവസ്ഥകളിലേക്ക് നമുക്കൊന്ന് ഉയർന്നു വരാം. ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യൻ ആണ് എന്ന് കർത്താവിൻ്റെ സന്നിധിയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. അതിന് ദൈവത്തിൻ്റെ ആത്മാവിന് ദിനംതോറും നമ്മെ സഹായിക്കട്ടെ. നമുക്ക് എഴുന്നേൽക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു ശിഷ്യനായി തീരുവാനായി എനിക്ക് കഴിയാതെ